തീവ്ര ഹിന്ദുത്വ അജണ്ടകളുടെയും ബുൾഡോസർ രാജിന്റെയും പേരിൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശിലെ ബി.ജെ.പി. ഭരണകൂടം ജനവിരുദ്ധ നയങ്ങളുടെയും ജനാധിപത്യ ദംശനങ്ങളുടെയും പേരിൽ നിരന്തരം പ്രതികൂട്ടിലാണ്. ക്രമസമാധാന പാലനത്തിന്റെ മറവിൽ നിയമത്തെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് യോഗി സർക്കാർ നടപ്പിലാക്കുന്ന വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും രാഷ്ട്രീയ പകപോക്കലുകളും യു.പി.യെ ഭയത്തിന്റെ നിഴലിലാണ് നിർത്തിയിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്താനും ഭരണകൂട സംവിധാനങ്ങളെയും പോലീസിനെയും ബി.ജെ.പി. ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നിയമവാഴ്ച പൂർണ്ണമായും തകരുകയും ജനാധിപത്യം അപ്രത്യക്ഷമാവുകയും ചെയ്ത യോഗി ആദിത്യനാഥിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നത് ബി.ജെ.പിയുടെ തകർച്ചയുടെ ആക്കം കൂട്ടുന്നതാണ്. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ എൻകൗണ്ടർ കൊലകൾക്കെതിരെ സ്വന്തം മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി തിരിഞ്ഞിരിക്കുന്നത് ബി.ജെ.പിയെയും യോഗിയെയും ഒരേപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. യോഗി മന്ത്രിസഭയിലെ പ്രമുഖ അംഗവും ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ അധ്യക്ഷനുമായ സഞ്ജയ് നിഷാദാണ് സ്വന്തം സർക്കാരിന്റെ എൻകൗണ്ടർ കൊലപാതകങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജൂൺ 3 യു.പിയിൽ നടന്ന കമലേഷ് ബിന്ദ് എന്ന യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്ന ഈ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി പ്രവർത്തകനായ കമലേഷ് ബിന്ദിനെ പോലീസ് എൻകൗണ്ടറിലൂടെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥ ഏറ്റുമുട്ടലല്ലെന്നും കമലേഷിനെ പോലീസ് മനഃപൂർവ്വം ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ തുടക്കം മുതലേ ആരോപിച്ചിരുന്നു. ഈ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് മന്ത്രി സഞ്ജയ് നിഷാദ് തന്നെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ നിർണായക ജനവിഭാഗമായ നിഷാദ് സമുദായത്തിന്റെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നിഷാദ് പാർട്ടി. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു യുവാവ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച സാഹചര്യത്തിൽ നിശബ്ദത പാലിച്ചാൽ അത് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് സഞ്ജയ് നിഷാദ് സർക്കാരിനെതിരെ നിലപാടെടുത്തത്. കേവലം ഒരു പത്രപ്രസ്താവനയിൽ ഒതുക്കാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി തന്റെ പ്രതിഷേധവും വിയോജിപ്പും മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. കമലേഷ് ബിന്ദിന്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് സഞ്ജയ് നിഷാദിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും പ്രധാന ആവശ്യം. യു.പിയിലെ മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും ഈ കൊലപാതകത്തെ രാഷ്ട്രീയ കൊലപാതകമായി ഉയർത്തിക്കാട്ടി യോഗി സർക്കാരിനെതിരെ വൻചെറുകിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതായിരുന്നു സ്വന്തം മന്ത്രിയുടെ ഈ കത്ത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ പേരിൽ യോഗി സർക്കാരിന് സ്വന്തം മന്ത്രിയിൽ നിന്നും മാത്രമല്ല രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളിൽ നിന്നും കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുൻപ് എൻകൗണ്ടർ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യു.പി സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവേ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ യോഗി ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഭരണഘടനയെ മറികടന്ന് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പോലീസ് യഥേഷ്ടം തോക്കെടുക്കുന്ന ഈ യു.പി മോഡൽ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞിരുന്നു. കോടതിയിൽ നിന്ന് ഇത്തരം കടുത്ത തിരിച്ചടികൾ നേരിട്ട് നാണം കെട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന് സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് തന്നെ സമാനമായ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. യോഗി സർക്കാരിന്റെ വ്യാജ ഏറ്റുമുട്ടൽ നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല അത് സ്വന്തം സഖ്യകക്ഷികളെ പോലും ഭയപ്പെടുത്തുന്ന ഒന്നാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സ്വന്തം മന്ത്രി തന്നെ പരസ്യമായി രംഗത്തിറങ്ങിയതോടെ യോഗി ആദിത്യനാഥിന്റെ എൻകൗണ്ടർ രാഷ്ട്രീയത്തിന്റെ അടിയറവാണ് യു.പിയിൽ ദൃശ്യമാകുന്നത്.